ഹായ്, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഇതിനകത്ത് ചെറി ഇങ്ങനെ പിടിച്ച് പരുവായി കിടക്കുന്നത്. ഇപ്പോൾ ചെറി നല്ല പഴുത്ത് നല്ല പാകമായിട്ടുണ്ട്. നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് അച്ചാറിട്ട് നോക്കാം. ചെറി ഞാൻ പിച്ചുവാണേ. എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമല്ല ഈ ചെറി. എങ്കിലും നമുക്ക് ഇതിന് സാധാരണ പുളിപ്പും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നെല്ലിക്കയും പിന്നെ ലവലോലിക്കയൊക്കെ ഇടുന്ന കണക്ക് തന്നെ ഇതും അച്ചാറിടാൻ പറ്റുന്നതാണ്. നമുക്കൊന്ന് അച്ചാറിടാം കേട്ടോ. അതാ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നോക്കി, ചെറി നല്ല പഴുത്തൊക്കെ ഇരിക്കുന്നുണ്ടോ? അതാ ഈ നമ്മുടെ റോസയൊക്കെ നല്ല പൂ പിടിച്ചൊക്കെ നിൽക്കുകയാണ്. റോസ രണ്ട് മുട്ടുണ്ടായിരുന്നു, അത് രണ്ടും വിരിഞ്ഞ് അതാ ഇത് തെറ്റിപ്പോവോ. ഇതിലൊക്കെ മുട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, തെറ്റിയായി ഇത്. ഞങ്ങളുടെ വാത്സ്യം ലേഡീസൊക്കെ പൂ വിരിഞ്ഞൊക്കെ നിൽക്കുക. ഒത്തിരി ഉണ്ടായിരുന്നു, എല്ലാം വാടിയൊക്കെ പോയി. ഇനി തൈകളൊക്കെ കിളിച്ച് വരുന്നുണ്ട്. തൈയൊക്കെ കിളിച്ച് പൂവൊക്കെ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ കുഞ്ഞുമോളിൽ നിന്ന് നോക്കുമോ ഞാൻ ഇവിടെ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അവളിങ്ങനെ നോക്കുമല്ലോ, ലെവലെനിക്ക് എന്തുവാ കയ്യിരിക്കുന്നത്. നമുക്ക് അച്ചാറിടാനുള്ള ഇൻഗ്രീഡിയൻസാണ്. ചെറി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മുളക് പൊടി, ഉപ്പ്, ഉലുവ, കടുക്, കായപ്പൊടി, വെളിച്ചെണ്ണ. ഇത്രയും സാധനമാണ്. നമുക്ക് തുടങ്ങാം. ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവയും കടുകും ഇടും. കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി കറിവേപ്പില ഇട്ട്, കറിവേപ്പില ഒന്ന് മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ടപ്പം തന്നെ അത് നല്ല മണം. വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്ത് പച്ചമുളക് ഇതെല്ലാം ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് നല്ലൊരു ഇച്ചിരി ഒന്ന് വാടി വരണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം അതിനകത്തുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചുമക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ നല്ല കുറുങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഉപ്പ് പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കായപ്പൊടിയുടെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞത് ഒഴിച്ച് ഇളക്കുക. ഒരിച്ചിരി പുളിക്കും കൂടെ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ആഡ് ചെയ്യുന്നത്. നല്ല തിളച്ച് നല്ല കുറുകി വരണം കേട്ടോ. കുറുകി ഇങ്ങനെ വന്നതാണ്. ഇനി നമുക്ക് ചെറി ആഡ് ചെയ്യാം. ചെറി ഇട്ടിട്ടുണ്ട്. ചെറി നല്ലോണം ഒന്ന് തിളച്ചൊരു കുറുകി നല്ല പരുവത്തിന് വരണമെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വരത്തുള്ളൂ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല ഒന്ന് പരുവപ്പെട്ട് വരട്ടെ. നല്ല തിളച്ച് വരുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്യാം. നല്ല പരുവപ്പെട്ട് വരട്ടെ. നല്ല തിളച്ചിങ്ങനെ വരുന്നുണ്ട്. നല്ല തിളച്ച് ഒന്ന് കുറുകി ഒരു പരുവപ്പെട്ട് ഇപ്പം വരുന്നുണ്ട്. കണ്ടോ നോക്കി, നമ്മുടെ ചെറി അച്ചാർ തയ്യാറായിരിക്കുകയാണ്. കണ്ടോ ചെറി നോക്ക്, എങ്ങനെയുണ്ട്? ഹായ് ഗൈസ്, എല്ലാവരും എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ ചെറികളും ഇവിടെ ഉണ്ട്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. വരൂ.